ഹായ് ഓൾ, വെൽക്കം ടു ഡോക്ടർ ജി കെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Who won Thailand's Prime Minister election with 63% of the votes? തായ്ലൻഡിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. എ പീത ലിംജാരോൻ റാത്ത്, ബി അനുതിൻ ചാൻ വിരാക്കുൽ, സി പ്രയുത് ചാനോച്ച, ഡി തക്സിൻ ഷിനവാത്ര. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അനുതിൻ ചാൻ വിരാക്കുൽ ആണ്. ഇതിന് മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചാൽ ഇദ്ദേഹം ആരെയാണ് റീപ്ലേസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെയിങ് ടോങ് ടാങ് പി ഷിനവാത്ര എന്ന് പറയുന്ന ആളായിരുന്നു ഇതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് തായ്ലൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ബിക്കെയിം ദ UK ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ഏഞ്ചല റെയ്നസ് റെസിഗ്നേഷൻ? പുതിയ UK ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ റൈച്ചൽ റീവ്സ്, ബി കെയർ സ്റ്റാമർ. ഇതിൽ കെയർ സ്റ്റാമർ എന്ന് പറയുന്നത് UK പ്രൈം മിനിസ്റ്റർ ആണ്, അപ്പോൾ അതല്ല ഓപ്ഷൻ. പിന്നെ വരുന്നത് സി ഡേവിഡ് ലാമി, ഡി ലിസ നന്ദി. ഇതിൽ ആൻസർ വരുന്നത് സി ഡേവിഡ് ലാമിയാണ് പുതിയ UK ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: അറ്റ് ദ 25th SCO സമ്മിറ്റ് ഇൻ ടിയാൻജിൻ. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടിയാൻജിൻ ചൈനയിൽ വെച്ചിട്ടാണ് 25th SCO സമ്മിറ്റ് ടിയാൻജിൻ ചൈനയിലാണ് നടക്കുന്നത്. അപ്പോൾ നടന്നിട്ടുള്ളത് അതിൽ പ്രൈം മിനിസ്റ്റർ മോഡി എംഫസൈസ് വിച്ച് 3 പില്ലേഴ്സ്? ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി? ഓപ്ഷൻസ് വായിക്കാം. എ പീസ്, പ്രോസ്പെറിറ്റി ആൻഡ് പ്രോഗ്രസ്, ബി സെക്യൂരിറ്റി, കണക്ടിവിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, സി ട്രേഡ്, ടെക്നോളജി ആൻഡ് ടാലൻറ്റ്, ഡി ഡെമോക്രസി, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡയലോഗ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്യൂരിറ്റി, കണക്ടിവിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഒരു തീം പോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് ഇന്ത്യാസ് വിഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതുകൂടാതെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ SCO എന്ന് പറയുന്ന ബോഡിയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നത് പ്രധാനമായിട്ടും ബെലാറസ്, അതുപോലെ തന്നെ റഷ്യ, ഇന്ത്യ, ഇറാൻ, ചൈന, പാകിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തജിക്കിസ്ഥാൻ, പിന്നെ കിർഗിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളാണ് SCOൻ്റെ പാർട്ടായിട്ട് ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ന്യൂ ഇനിഷ്യേറ്റീവ് ഡിഡ് PM മോഡി പ്രപ്പോസ് അറ്റ് ദ SCO സമ്മിറ്റ്? വീണ്ടും അതേ സമ്മിറ്റിൽ തന്നെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്ത് പുതിയ ഇനീഷ്യേറ്റീവാണ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിവിലൈസേഷൻ ഡയലോഗ് ഫോറം, ബി ഏഷ്യ കണക്ടിവിറ്റി മിഷൻ, സി ഗ്ലോബൽ കോപ്പറേഷൻ ഫോറം, ഡി SCO ഗ്രീൻ എനർജി പാക്ട്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എ സിവിലൈസേഷണൽ ഡയലോഗ് ഫോറം എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യമാണ് ഇദ്ദേഹം ആശയം മുന്നോട്ട് വെച്ചത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഇക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോപ്പറേഷന് വേണ്ടി മാത്രമല്ല, കൂടാതെ ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി അതിനായിട്ടുള്ള ഒരു ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു ഡയലോഗ് ഫോറം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു ഫോറം കണ്ടക്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മുന്നോട്ട് വെച്ച് അതിലൂടെ ഈ പറയുന്ന ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചും കൂടെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു വൺ എ സെക്കൻഡ് ടേം ആസ് പ്രസിഡന്റ് ഓഫ് ഗയാന? ഗയാനയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ ഇർഫാൻ അലി, ബി ഡേവിഡ് ഗ്രേഞ്ചർ, സി മാർക്ക് ഫിലിപ്സ്, ഡി ഭരത് ജാഗ്ദിയോ. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇർഫാൻ അലി ആണ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി എന്നാണ്. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി. ഇർഫാൻ അലിയാണ് പുതിയ പ്രസിഡന്റ്. അടുത്തത്: ഹു വാസ് അപ്പോയിന്റഡ് ആസ് എ ന്യൂ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ബൈ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ? പുതിയ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ സെബാസ്റ്റ്യൻ ലിക്കോർണു, ബി ഫ്രാങ്കോയിസ് ബെയ്റോ, സി എലിസബത്ത് ബോണി, ഡി ജെറാൾഡ് ഡാർമാനിൻ. ഇതിന് ആൻസർ വരുന്നത് എ ആണ്, സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ്.
ഇദ്ദേഹം ആരെയാണ് റീപ്ലേസ് ചെയ്യാൻ ചോദിച്ചാൽ, മുമ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഓപ്ഷൻ ബി വരുന്നത്. ഫ്രാങ്കോയിസ് ബെയ്റു ആയിരുന്നു മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് ലെക്കോർണു പുതിയതായിട്ട് ചാർജ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ടി വൺ ദ മെജോറിറ്റി ഇൻ നോർവേസ് പാർലമെന്ററി ഇലക്ഷൻസ് അണ്ടർ PM ജോണസ് ഗ്യാർ സ്റ്റോർ? ഇവരുടെ പാർട്ടി അതാണ് പ്രൈം മിനിസ്റ്റർ ജോണസ് ഗ്യാർ സ്റ്റോർ ആണ് ഇപ്പോൾ അവിടെ ഇൻചാർജ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോർവേ അതിലത്തെ ഇലക്ഷന് മുന്നോട്ട് നിന്ന ഈ ഒരു വിജയിച്ച പാർട്ടി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ലേബർ പാർട്ടി, ബി പ്രോഗ്രസ് പാർട്ടി, സി കൺസർവേറ്റീവ് പാർട്ടി ആൻഡ് ഡി ഗ്രീൻ പാർട്ടി. ഓപ്ഷൻ എ ആണ് ആൻസർ, ലേബർ പാർട്ടിയാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ബിക്കെയിം ദ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ വിത്ത് എ നെറ്റ് വർത്ത് ഓഫ് $395.7 billion ആഫ്റ്റർ ഒറാക്കിൾസ് സ്റ്റോക്ക് സെർച്ച്? അപ്പോൾ ഒറാക്കിളിൻ്റെ സ്റ്റോക്കിൻ്റെ മൂല്യം കൂടിയതോടുകൂടി ആരാണ് ഏറ്റവും ധനികനായ, ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ ബെർണാഡ് ആൾനോട്ട്, ബി ഇലോൺ മസ്ക്, സി ജെഫ് ബെസസ്, ഡി ലാരി എലിസൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാരി എലിസൺ. ഇദ്ദേഹം ഒറാക്കിളിൻ്റെ കോഫൗണ്ടർ ഓഫ് ഒറാക്കിൾ. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും നെറ്റ്വർത്തുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി അപ്പോയിന്റഡ് ദ വേൾഡ്സ് ഫസ്റ്റ് AI പവേർഡ് വിർച്വൽ ക്യാബിനറ്റ് പ്രൈം മിനിസ്റ്റർ നെയിംഡ് ഡെയ്ല? ആദ്യമായിട്ട് AI പവേർഡ് ഒരു വിർച്വലായിട്ട് ഒരു മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഒരു AI പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ തസ്തികയിലേക്ക് ആരെയാണ് ആദ്യമായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് അങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ്: എ ഫിൻലൻഡ്, ബി എസ്റ്റോണിയ, സി അൽബാനിയ, ഡി ജപ്പാൻ. ആൻസർ വരുന്നത് സി ആണ്, അൽബാനിയാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഇന്ത്യ ബ്രസീൽ അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഇൻ 2025? ഓപ്ഷൻസ്: കൃഷി ബന്ധൻ, ബി മൈത്രി 2.0, സി അഗ്രി ലിങ്ക് 2025, ഡി ഭാരത് ബ്രസീൽ അഗ്രി ഹബ്. അപ്പോൾ ഇന്ത്യയും ബ്രസീലും കൂടി അഗ്രികൾച്ചർ ടെക്നോളജിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലൊക്കെ ഒരു ഇന്നോവേഷനായിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൈത്രി 2.0. അടുത്തത്. വിത്ത് വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ സൈൻ ദി ഓർഗാനിക് MRA? ഓക്കെ, ഓർഗാനിക് MRA എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെൻ്റ് എന്നാണ്. മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെൻറ്റ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യുന്നതാണ്. ഏത് രാജ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻസ് വായിക്കാം: ഇറാൻ, ഐസ്ലാൻഡ്, ഓസ്ട്രേലിയ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രേലിയ ആയിട്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അപ്പോൾ അത് പ്ലാന്റ് ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായിട്ട് രാജ്യങ്ങളുടെ പ്രത്യേക തരം പ്രോഡക്ട്സുകൾ, ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് ചെയ്തു. അതായത് കൂടുതൽ ചെക്കിങ് കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വല്ലാത്ത അധികം ചെക്കിംഗ് ഒന്നും വേണ്ടി വരില്ല. കാരണം ഈ ഒരു രാജ്യത്ത് നിന്ന്, ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉള്ള രാജ്യത്ത് നിന്നാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു പ്രോസസ്സൊക്കെ കുറഞ്ഞു കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇവൻറ്റ് കോസ്റ്റ് മാസ് ഇവാക്വേഷൻസ് ഇൻ ഏഷ്യ ഇൻ 2025? ഏത് ഒരു ഇത് ചോദിക്കുന്നത് ടൈഫൂൺ അതുപോലെ സൈക്ലോണിനൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ കാരണം മാസമായിട്ട് ഒരു രാജ്യത്തു നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക, ആൾക്കാരെ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പ്രകൃതി ദുരന്തം തന്നെയായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് സൂപ്പർ ടൈഫൂൺ രഗാസ, ടൈഫൂൺ ഹയാൻ, സൈക്ലോൺ മോക്ക ആൻഡ് ഡി സ്റ്റോം കൈറ്റക്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് സൂപ്പർ ടൈഫൂൺ രഗാസയാണ്. ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചൈന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചൈനയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചൈന, അതുപോലെ തായ്വാൻ, അതുകൂടാതെ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യത്തൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സൂപ്പർ ടൈഫൂൺ രഗാസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രീസ് സൈൻഡ് എ ന്യൂക്ലിയർ കോഓപ്പറേഷൻ ഡീൽ ടു ബിൽഡ് പവർ പ്ലാന്റ്സ് ആൻഡ് സ്മോൾ മോഡ്യുലർ റിയാക്ടേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഡീല് സൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കാം. എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ടർക്കി, ബി US ആൻഡ് ജപ്പാൻ, സി ഫ്രാൻസ് ആൻഡ് ടർക്കി, ഡി US ആൻഡ് സൗത്ത് കൊറിയ. അതിന് ആൻസർ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ തുർക്കി ആയിട്ടാണ് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which Indian institute was nominated as a UN Center of Excellence for AI? AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കഗ്നിഷൻ കൊടുക്കുന്നത്. അപ്പോൾ യുഎൻ്റെ റെക്കഗ്നിഷൻ, യുണൈറ്റഡ് നേഷൻസ് റെക്കഗ്നിഷനാണ്. ഇതാർക്ക് കിട്ടിയതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ IIT മദ്രാസ്, ബി IISc ബാംഗ്ലൂർ, സി IIT ഡൽഹി ആൻഡ് ഡി IIT ഹൈദരാബാദ്. ഇതിന് ആൻസർ വരുന്നത് എ IIT മദ്രാസ് ആണ്. അപ്പോൾ ഈ IIT മദ്രാസിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഗ്രാം ഇന്ത്യ സ്കിൽസ് മിഷൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഇവർ 10 മില്യൺ ആൾക്കാർക്ക് 10 മില്യൺ പീപ്പിൾ ആർ ബീങ് അപ്സ്കിൽഡ്, അവരെ കുറച്ച് ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IIT മദ്രാസിനാണ് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. Next question, which city launched a 15-kilometer autonomous transport corridor with robot taxis and buses? ഒരു 15 കിലോമീറ്റർ ഇടനാഴി, അതിൽ റോബോട്ട് ടാക്സീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മനുഷ്യന്മാർ ഡ്രൈവറായിട്ട് ഉണ്ടായിരിക്കില്ല, ഓട്ടോണോമസ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഏതാണ് അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടുള്ള സിറ്റി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിയോൾ, ബി ടോക്കിയോ, സി സിംഗപ്പൂർ, ഡി ദുബായ്. ഇതിന് ആൻസർ വരുന്നത് ദുബായ് ആണ് ഇങ്ങനെ ഒരു 15 കിലോമീറ്റർ സ്ട്രെച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു വാസ് സ്വോൺ ഇൻ ആസ് നേപ്പാൾസ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ? നേപ്പാളിലെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആരാണ് വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ വിദ്യാദേവി ഭണ്ഡാരി, ബി ഒൻസാരി ഗാർത്തി മഗാർ, സി സുശീല കർക്കി, ഡി പുഷ്പ കമാൽ ദഹൽ. ഇതിന് ആൻസർ വരുന്നത് സി സുശീല കാർക്കിയാണ്. അവർ റീപ്ലേസ് ചെയ്തിട്ടുള്ളതിന് മുമ്പത്തെ ആളാണ് KP ശർമ്മ ഓലി. KP ശർമ്മ ഓലിയാണ് ഇതിനു മുമ്പ് അവിടെ പ്രൈം മിനിസ്റ്ററായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നിട്ടുള്ളത്? സുശീല കാർക്കി പുതിയതായിട്ട് പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ട് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്